ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ്. നമുക്ക് ഉള്ളിയൊന്നും വഴറ്റി അധികം സമയം കളയണ്ട. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 3 മീഡിയം സൈസ് സവാള കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ പൊടികൾ 1.5 ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും പൊടികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട കറി വെക്കാനായിട്ട് ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന സവാളയും അരിഞ്ഞതും തക്കാളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന പൊടികളോട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എടുത്തു വച്ചിരുന്ന പൊടികളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. തിരുമ്മിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 3-4 വിസിലിന് ഇതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് പെരുംജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി എല്ലാം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മുട്ട പുഴുങ്ങിയതോടെ ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് വരഞ്ഞതിന് ശേഷമാണ് മുട്ട ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഒരല്പനേരം കൂടി ഒന്ന് തിളച്ച് ആ മുട്ടയിലേക്ക് എരിവെല്ലാം പിടിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അല്പനേരം തിളച്ചിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഈ നമ്മളെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. പുതുതായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.